നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സകലമാന എക്സിറ്റ് പോൾ കണക്കുകളെയും തള്ളിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി രംഗത്ത് വരുന്നത്. നിങ്ങൾ ജൂൺ 4 വരെ ക്ഷമയോടെ കാത്തിരിക്കൂ. 295 മേളിൽ സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുന്നത്. AICC നേതൃത്വം കൃത്യമായി തന്നെ പറയുന്നു, എക്സിറ്റ് പോളുകളിലെ ചതിയൊന്നും ആരും വിശ്വസിക്കരുത്. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ അവകാശവാദങ്ങളോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരേ ഒരു എക്സിറ്റ് പോൾ സർവേ അത് DB ന്യൂസിൻ്റെ തന്നെയാണ്. ദിൻഭർ ന്യൂസിൻ്റെ സർവേയിൽ ഇന്ത്യ മുന്നണിക്ക് 260 മുതൽ 295 സീറ്റ് വരെ ലഭിക്കും എന്ന രീതിയിലേക്കാണ് കൃത്യമായി എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, NDAക്ക് പരമാവധി 245 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് 215-നും 245-നും ഇടയിലായിരിക്കും അവരുടെ ടാലി എന്നാണ് DB ന്യൂസ് വളരെ വ്യക്തമായി പറയുന്നത്. അതുമാത്രമല്ല, മറ്റുള്ളവർക്ക് 28 മുതൽ 48 വരെ എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ടത്, ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നും TDP BJP സഖ്യത്തിന് അധികാരം ലഭിക്കുകയില്ലെന്നും കൃത്യമായി പ്രവചിക്കുന്നു. അതുപോലെ തന്നെ നിരവധിയായ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ DB ന്യൂസ് വ്യക്തമായി തന്നെ പറയുന്നു. അവർ ഒരു രീതിയിലും മറ്റ് എക്സിറ്റ് പോളുമായി ഒരു രീതിയിലുള്ള ബന്ധവും വ്യക്തമാക്കുന്നില്ല. അതിൽ നിന്നും ഒരു വ്യത്യസ്തതയാർന്ന എക്സിറ്റ് പോൾ ഫലം പറയുന്നത് കൊണ്ട് തന്നെ രാജ്യം മുഴുവൻ DB ന്യൂസിൻ്റെ ഈ എക്സിറ്റ് പോൾ സർവേയെ ശ്രവിക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് ഇത്രയേറെ സീറ്റ് ലഭിക്കുമോ? കാരണം ഇന്ത്യ മുന്നണി നേതാക്കൾ മാത്രം അവകാശവാദം പറഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയാം, ന്യൂഡൽഹി മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സോംനാഥ് ഭാരതിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത്, ട്വിറ്ററിൻ്റെ പുതിയ രൂപാന്തരമായിട്ടുള്ള എക്സിൽ കുറിച്ചിരിക്കുന്നത്, നരേന്ദ്രമോദി 3ാമതും അധികാരത്തിൽ എത്തിയാൽ എൻ്റെ വാക്ക് നിങ്ങൾ കൃത്യമായി കുറിച്ച് വെച്ചോളൂ, ഞാൻ എൻ്റെ തലമുണ്ടലം ചെയ്യും എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ സോംനാഥ് ഭാരതി വളരെ ആത്മവിശ്വാസത്തോടു കൂടി കാര്യം പറയുന്നു. അതായത് 3ാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തില്ല എന്നാണ് സോംനാഥ് ഭാരതി പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നിരവധിയായ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ വളരെ അസന്നിഗ്ധമായി തന്നെ പറയുന്നു, ഇന്ത്യ മുന്നണിക്ക് വിജയം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളിപ്പോൾ പ്രതികരിക്കാത്തതിൻ്റെ കാരണം ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട വാർത്തകൾ NDAക്ക് അഥവാ BJPക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ ജൂൺ 4-ന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നത് ആർക്കായിരിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം. DB ന്യൂസിൻ്റെ ഈ എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് സർവ മാധ്യമ ചാനലുകളെയും ഒരുപക്ഷെ ഞെട്ടിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നു. DB ന്യൂസിൻ്റെ കാര്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ട് കോൺഗ്രസിൽ നിന്നുള്ള പല നേതാക്കളും രംഗത്ത് വരുന്നുണ്ട്, ഇന്ത്യ മുന്നണി നേതാക്കളും രംഗത്ത് വരുന്നുണ്ട്. സുതാര്യതയോടുകൂടി വളരെ വ്യക്തമായി തന്നെയാണ് അവർ സർവേ നടത്തിയിരിക്കുന്നത് എന്ന വാദഗതിയുമായാണ് പുറത്തു വരുന്നത്. ഇത് എത്രത്തോളം ശരിവൽക്കരിക്കപ്പെടും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.